PM ശ്രീക്കെതിരെ കണ്ണൂർ കോർപ്പറേഷനിൽ അടിയന്തര പ്രമേയം ചർച്ചയിൽ ആഞ്ഞടിച്ച് ഭരണപ്രതിപക്ഷം. ഭരണപക്ഷത്തു നിന്ന് KP അബ്ദുൾ റസാഖാണ് PM ശ്രീ തള്ളണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമേയം എതിർത്ത് CPM-ഉം BJP-യും അഭിപ്രായം പറയാതെ CPI ഒഴിഞ്ഞുമാറി. PM ശ്രീയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയിൽ ആഞ്ഞടിച്ച് ഭരണപ്രതിപക്ഷം. വെള്ളാപ്പള്ളി മുതൽ ബിരിയാണി ചെമ്പ്, ശബരിമല തട്ടിപ്പ് കേസിലെ പോറ്റിയും ചർച്ചയിൽ നിറഞ്ഞുനിന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. മുസ്ലിം ലീഗ് അംഗം KP അബ്ദുൾ റസാഖാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചതെന്ന് പ്രമേയം അവതരിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു എളയാവൂർ പ്രമേയത്തെ പിന്താങ്ങി സംസാരിച്ചു. കേരളത്തിലെ കോൺഗ്രസ് CPM എടുത്ത നിലപാടിനോട് അനുകൂലമായി നിന്നാണ് പ്രതികരിച്ചത്. നിങ്ങൾ കണ്ടതുപോലെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യമുന്നണിയിൽ കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, CPM ഉണ്ട്. ഞങ്ങൾ അവിടെയും എടുത്ത തീരുമാനം ഈ പറയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ നയത്തിൽ കാലോചിതമായ മാറ്റം വേണം. പക്ഷേ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടി ലഭിക്കുന്ന ഈ നിലപാടുകൾ അത് അനുകരിക്കാൻ പാടില്ല, അംഗീകരിക്കാൻ പാടില്ല എന്ന് ഇന്ത്യ മുന്നണി തീരുമാനമെടുത്ത ആ ഇന്ത്യ മുന്നണിയെ പോലും നിങ്ങൾ ദേശീയ തലത്തിൽ ഒത്തുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒത്തുകേറെ വഴിയാണ് CPM എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാലവും രാജ്യമെന്നുകൾക്ക് മാപ്പുകരാത്ത വിധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPI LDF-നോട് ഗുഡ് ബൈ പറഞ്ഞു പുറത്തുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പുവച്ചതോടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ലെന്ന് പ്രമേയത്തെ എതിർത്ത് പ്രതിപക്ഷത്തെ T. രവീന്ദ്രനും പറഞ്ഞു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന കേരളത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള നടപ്പിലാക്കിയിട്ടുള്ള 1957 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഭരണാധികാരത്തിൽ ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതിയും അത് നയങ്ങളുമായി ബന്ധപ്പെട്ടു ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറ്റവിളിച്ച ആർക്കെങ്കിലും അടിമപ്പണി നിർവഹിക്കപ്പെടുന്ന ഒരവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിനില്ല. അത് നിങ്ങൾക്കാണ് ആ പട്ടം യോജിക്കുക, വേറെ കാര്യങ്ങളില്ല. കാരണം മുട്ട ഉറച്ച് ഞാൻ എന്ത് പറയുന്നോ അതിന്റെ അടിയിൽ ഒപ്പിട്ട് പോവുക എന്ന നിങ്ങളെ ഒരു കീഴ്വഴക്കമാണ്, നിങ്ങളുടെ ഒരു ചരിത്രമാണ്. പഴയകാല ചരിത്രം എടുത്തു കുറിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് പറയാം, സർക്കാരിനൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ അതിനെ സംബന്ധിച്ച് അത് നിങ്ങളുടെ ചരിത്രം. നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര ഇപ്പൊ പറഞ്ഞു എന്താ അന്വേഷണം കുടുംബത്തിന് വന്നു, എത്ര കാലമായോ ഈ കുടുംബത്തിന് വേണ്ടി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്ന എന്നിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ആ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും സംഭവിച്ചോ? ആരെ ഞങ്ങളെ ഓടിക്കണോ? മാത്രമേ കോടതിയിൽ പോയില്ലായിരുന്നു. ഏതാണ് കോടതിയിൽ പോയി? നിങ്ങൾ അപ്പോസ്തലന്മാരായിട്ടുള്ള MLA-മാർ പോയില്ലേ? എന്നിട്ട് എന്താ ഇവിടെ പൊരിച്ചേ? ഒന്നും ആയിട്ടില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. തോക്കി പിന്മാറുന്ന അവസ്ഥയല്ല, നാളെ പിന്മാറുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ട്. നാളെ പിന്മാറുന്നു. PM ശ്രീയിൽ ഒപ്പുവച്ച കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങൾ അതിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുന്നതാവും നല്ലതെന്ന് പ്രതിപക്ഷത്തെ K. പ്രദീപൻ ഭരണപക്ഷത്തെ നോക്കി പറഞ്ഞത് ബഹളത്തിനിടയാക്കി. ഇടതുപക്ഷത്തിന് ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സർക്കാരിന് ബുദ്ധി ഉദിച്ചതെന്ന് BJP കൌൺസിലർ VK ഷൈജു PM ശ്രീ ചർച്ചയിൽ സംസാരിക്കവെ പറഞ്ഞു. കാരണം നമ്മുടെ ഒരു സ്കൂള് മുൻകാലങ്ങളിലാണ് സ്കൂള് ഇന്ന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് ആലോചിച്ച് നമ്മുടെ കേരള ഗവൺമെന്റ് നേരത്തെ പ്രതിപാടുന്ന ഓരോരോ പ്രസംഗം നടക്കുന്നത് കേട്ട് ഈ 4 കൊല്ലം ഇവരെ ബുദ്ധി കുറച്ച് മരവിച്ചു. കാരണം ഇത് ആലോചിച്ച് പഠിക്കാനാണ് ഇത്രയും കാലം അവര് ഇതെന്താണ് സംഗതി എന്ന് പോലും ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഈ PM ശ്രീ കേട്ട പാടാണ് മുമ്പ് പറയുന്നേക്കാം. എന്ത് പറഞ്ഞാലും നമ്മളെ ചുറ്റുവട്ടത്തുള്ള കുറുക്കന്മാർ രാത്രി കഴിഞ്ഞാൽ എന്ത് ഒച്ച കേട്ടാലും പോലും ഒന്നും അറിയുന്നില്ല. പക്ഷെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നിൽക്കും. അതുപോലെയാണ് നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയണമെങ്കിൽ അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാവുമ്പേ ഓ ഇത് ഇങ്ങനെയും ഉണ്ടായി. അപ്പൊ നമ്മൾ അന്ന് ഉണ്ടേനും, പക്ഷെ നമുക്ക് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല ഈ ഒരു കാര്യം ചെയ്യും. ഇന്ന് നമ്മൾ പറയും. ഇവർക്ക് ബുദ്ധി ഉണ്ടാകുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് ബുദ്ധി ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള ഒരു ധാരണയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന പ്രതിഭ കൗൺസിലറെ ദൈവത്തിനെയും മാറ്റിക്കൊണ്ടത്. വൈകി വന്ന വിവേകാനന്ദ ഇന്ന് അത് എല്ലാ വിഭാഗം
രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉന്നത നിലയിൽ എത്താനുള്ള ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ ഇവിടെ കൊണ്ടത് PMശ്രീയിലൂടെ. അതെന്താ ആശങ്ക? അതിലെന്ത് കാലവൽക്കരണമുള്ളത്? കാരണം കേരളം മാത്രമാണോ ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്? ഒരുപാട് സംസ്ഥാനങ്ങൾ ഇതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ഒരുപാട് മന്ത്രിമാർ ഹൗസ് സ്കൂളുകൾ പോയി കാണുകയും ഇതാണ് പദ്ധതി. നമ്മൾ ഇത്ര കാലം ഉറങ്ങിപ്പോയല്ലോ. കാരണം നമുക്ക് ഇല്ലായ ഉപയോഗം പോലെ നമ്മൾ ഇന്നാണ് നമ്മുടെ ഇവിടെ ജിമ്മുകൾ ഉണ്ടാക്കാൻ പോയത്. കാരണം അത് നമുക്ക് എങ്ങനെയാ വന്നേ? നമ്മൾ പല മേഖലയിൽ പോയി പഠിച്ചു വന്നതാണ് ഇന്ത്യയിലുള്ള സംവിധാനങ്ങൾ ഉണ്ട് നമ്മൾ മനസ്സിലായത്. ഇത് പഠിക്കാൻ ഒരുപാട് കാലം എടുത്തു. പക്ഷെ ഈ ഒരു PMശ്രീയോട് ഇത്ര ആശങ്ക എന്തിനാണ് എടുക്കുന്നത് നമ്മളെ റസാഖ് കൗൺസിലർ പങ്കുവയ്ക്കാറുണ്ട്. സിറ്റി ന്യൂസ് കണ്ണൂർ.